Hear, O Israel, the Lord our God is one Lord. Thou shalt love the Lord thy God with all thy heart, and with all thy soul, and with all thy might, and with all thy strength. This is the first and great commandment, and the second is like unto it. Thou shalt love thy neighbor as thyself. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹവാത്സല്യമുള്ളവരെ, ഇന്ന് തിരുവചനത്തിലൂടെ ക്രിസ്തുനാഥൻ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവകൽപ്പനകൾ ഓരോന്നും അത്രയേറെ പ്രാധാന്യമുള്ളവയും അവയോരോന്നും അതിൻ്റെ പ്രാധാന്യതയോടുകൂടി തന്നെ നാം ആചരിക്കേണ്ടതും അനുസരിക്കേണ്ടതുമാണെന്ന് പറയുകയാണ്. അതിലൂടെ തമ്പുരാനിലൂടെ കൂടുതൽ അടുക്കുകയും ഒപ്പം നമ്മുടെ സഹോദരി സഹോദരന്മാരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അവർക്ക് നന്മ ചെയ്ത് അവരെ കൂടെ ആ നല്ല തമ്പുരാൻ്റെ ഹൃദയത്തിലേക്ക് ആകർഷിക്കുവാനുമായി നമ്മോട് പറയുകയാണ്. ദൈവം നൽകിയ 10 കൽപ്പനകളെ അതിൻ്റെ പ്രാധാന്യത ഒട്ടും കുറയാതെ അതിനെ 2 കൽപ്പനകളായി സംഗ്രഹിച്ചുകൊണ്ട് നമ്മോട് പറയുകയാണ്. ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന്. ദൈവസ്നേഹവും പരസ്നേഹവും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. ദൈവത്തെ സ്നേഹിക്കാത്തവന് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുകയില്ല, മറ്റുള്ളവരെ സ്നേഹിക്കാത്തവന് ദൈവത്തെയും സ്നേഹിക്കാൻ കഴിയുകയില്ല. അവിടുത്തെ കൽപ്പനകളനുസരിച്ച് ആ സ്നേഹത്തിൽ നിലനിന്നുകൊണ്ട് ദൈവത്തിൽ നിന്ന് ലഭിച്ച സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും മറ്റുള്ളവരെ കൂടെ ആ നല്ല സ്നേഹത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്ന നല്ല മക്കളായി തീരുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്തുതിയായിരിക്കട്ടെ.